ഏവർക്കും നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം. ഇന്നത്തെ ദിവസം ഒരു വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തരംതിരിക്കുന്ന പരിപാടികൾ കുറേ കാലം മുമ്പ് നമ്മുടെ എല്ലാ സർക്കാരുകളും, മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ തരംതിരിച്ച് കാണുന്നത്. മനുഷ്യരെ തമ്മിൽ, എല്ലാവരും മനുഷ്യരാണ്, ആ മനുഷ്യരെ തമ്മിൽ ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പിന്നെ എന്താ പറയാ മതത്തിന്റെ പേരിലും ഇങ്ങനെ വേർതിരിച്ച് സർക്കാർ ചെയ്യുന്നത് പണ്ടേ തൊട്ട് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് സർക്കാർ തന്നെ അതിന് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ജാതി പറയാൻ പാടില്ല, മതം എന്താണെന്ന് പറയാൻ പാടില്ല, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചാൽ കുറ്റമാണ്, മതം പറഞ്ഞാൽ കുറ്റമാണ്. അതായത് ഒരു സംസാരത്തിനിടയ്ക്ക് ഒരു ജാതി പറഞ്ഞു, അറിയാതെ പോലും ഒരു ജാതി പറഞ്ഞു പോയാൽ അത് വളരെ വലിയ കുറ്റാണ്, തെറ്റുമാണ്. അപ്പൊ അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പോലും അത് പറയരുതെന്ന് വാശി പിടിക്കുന്ന, അല്ലെങ്കിൽ ആ തരംതിരിവ് പാടില്ല, മനുഷ്യരുടെ എല്ലാവരും ഏകരായിരിക്കണം, എല്ലാവരും എന്താ പറയാ ഏകതയോടെ എല്ലാ മനുഷ്യരും ഒരേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാവരും കരുതണം എന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ നാട്ടില് ഒരു വിഭാഗക്കാര് താഴ്ന്നത്, ഒരു വിഭാഗക്കാര് മേലെ, ഒരു വിഭാഗക്കാര് മീഡിയം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ചു വെച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പരിപാടി നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ്. ഇപ്പോ ഇക്കഴിഞ്ഞ വർഷങ്ങളായിട്ട് BJP സർക്കാർ അധികാരത്തിൽ വന്ന് 10-13 വർഷമായിട്ട് കേന്ദ്രത്തില് BJP ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്നത്. ആദ്യമായിട്ട് അധികാരം കിട്ടി ഭരണത്തിൽ കയറിയതല്ല. അവര് ആദ്യത്തെ 5 കൊല്ലം നല്ല ഭരണം കാഴ്ചവെച്ചു. അതിന്റെ പേരിൽ വീണ്ടും അടുത്ത വർഷവും അവർ തന്നെ ജയിച്ചു കയറി വന്നു, അവർ തന്നെ ഭരിക്കുന്നു. മൂന്നാം വർഷവും നമ്മുടെ മോദിജി ഭാരതം ഭരിക്കുന്നു. എന്നിട്ടും ഈ ജാതിയുടെ പേരിൽ തരംതിരിവ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല. ഒരിക്കലും ഒരു മനുഷ്യരും ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്കിത് ഒരുപാട് വേദന തോന്നുന്ന, സ്വന്തം അനുഭവം കൊണ്ടും അല്ലാത്ത അവസ്ഥകളെ കൊണ്ടും നമ്മുടെ നാട്ടിലെ ഓരോരോ മനുഷ്യരുടെ ഗതികേട് അറിഞ്ഞതുകൊണ്ടും ഞാൻ പറയാണ്, ഈ ജാതിയുടെ പേരിലുള്ള വേർതിരിവ് ഒരുപാട് വേദനയുണ്ടാക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ BJP കേരളം എന്ന് പറഞ്ഞൊരു പേജിൽ വന്ന ഒരു പോസ്റ്റാണ്. എനിക്കത് എത്രത്തോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ അത് എന്നാണ് അത് തുടങ്ങിയതെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഈ സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തത പോസ്റ്റ് ഇതാണ്, നിങ്ങൾ കണ്ടോളൂ. അതില് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീ നമസ്തേ. സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തത, മോദി സർക്കാരിന്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം SUPI, SDPI അല്ല കേട്ടോ, SUPI സ്കീമാണ്. SC/ST വിഭാഗങ്ങൾക്ക്, വനിതാ സംരംഭകർക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ 10 ലക്ഷം രൂപ മുതൽ 2 കോടി വരെ ബാങ്ക് വായ്പ. അപ്പൊ ന്യൂനപക്ഷങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന SC/ST ഈ വിഭാഗങ്ങൾക്കാണ് വായ്പ സൗകര്യം, 10 ലക്ഷം മുതൽ 2 കോടി വരെ. അപ്പോ ഇത് BJP സർക്കാരിന്റെ ഈ താഴ്ന്ന ജാതിക്കാർക്കുള്ള, SC/STക്കാർക്കുള്ള സംഗതിയാണ് BJP സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാട്ടില് കാലങ്ങളായിട്ട് ഈ SC/STക്കാർക്കും അതുപോലുള്ള ന്യൂനപക്ഷക്കാർക്കും ഒരുപാട് ഇളവുകളും ഒരുപാട് കാര്യങ്ങളും അവർക്ക് വേണ്ടി മാത്രമായിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ട്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനായാലും സ്കോളർഷിപ്പിന് പഠിക്കാനായാലും ഏത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ടും എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സ്കോളർഷിപ്പ് കിട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കും സൗകര്യപ്രദമായിട്ട് ഈ പറയുന്ന സംഗതികൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാറുണ്ട്. സത്യത്തില് ഈ SC/ST കാർക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാർക്ക് കൊടുക്കുന്ന ഇന്നത്തെ പണ്ടത്തെ കാലം വിടൂ, പണ്ടത്തെ കാലമൊക്കെ പോയി, ഇപ്പൊ കാലം ഒരുപാട് പുരോഗമിച്ചു. ഇന്നത്തെ ഈ കമ്പ്യൂട്ടർ ഈ യുഗത്തില് ഇന്ന് ബുദ്ധിമുട്ടുള്ള മനുഷ്യര് ജാതി വേർതിരിച്ചിട്ട് വേണോ ഇതുപോലെ പറയാനായിട്ട്?
ഇത്രയും കാലം ഭാരതം ഭരിക്കുന്ന മോദി സർക്കാരിനോട് എന്റെ എളിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഈ ജാതി വേർതിരിവ് ഇന്നും കാണിക്കുന്നത്? ഈ ഭരിക്കുന്ന സർക്കാരിന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടോ? അതായത് ഇത് കൈപ്പറ്റുന്നത് അത്യാവശ്യക്കാർ മാത്രമാണ്, അതായത് അത് കിട്ടാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്കാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ എത്തുന്നതെന്ന് ഈ സർക്കാരിന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന, ഗവൺമെന്റ് ഉദ്യോഗത്തിലിരിക്കുന്ന ഒരുപാട് SC/ST-കാരുണ്ട്. നല്ല ഹൈ പോസ്റ്റിലിരിക്കുന്ന, ഏറ്റവും നല്ല ടോപ്പ് പോസ്റ്റിലിരിക്കുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്. അവരുടെ മക്കൾക്കും അവരും ഇത് കൈപ്പറ്റുന്നുണ്ട്. അവരുടെ മക്കൾക്ക് ഇപ്പോ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ സർക്കാർ ഉദ്യോഗസ്ഥകളായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന മനുഷ്യർക്ക്, അങ്ങേയറ്റം വരുമാനമുള്ള എല്ലാവർക്കും ഈ പറയുന്ന സംഗതികളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ജാതിക്കാരുടെ, ഇപ്പൊ മേൽജാതികൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പേരിന്റെ അറ്റത്ത് ഒരു നായർ എന്ന് വെച്ചാൽ അപ്പോ അവൻ ലോകത്തിലേക്ക് പൊട്ടയായി. ഒരു ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞാൽ അവനെ അന്നേരം തല്ലിക്കൊല്ലണം എന്നാണ് സാധാരണ ജനത്തിന്റെ സംസാരം. കാരണം ബ്രാഹ്മണൻ ലോകത്തിലേക്ക് പൊട്ടയാണ്. അങ്ങനെയാണ് വർത്തമാനം. അപ്പോ ഈ ബ്രാഹ്മണന്മാരുടെ വീടുകളായാലും ഈ പൂജാരികളുടെ വീടുകളായാലും അവരൊക്കെ പണ്ടത്തെ ആ പ്രബലാധിപത്യമൊക്കെ പോയിട്ട് ഇന്നത്തെ കഞ്ഞി കുടിക്കാൻ അഷ്ടിക്ക് പോലും വകയില്ലാത്ത എത്ര ഇല്ലങ്ങളാണ് മുടിഞ്ഞു പോയത് നമ്മുടെ നാട്ടില്. ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്ന കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതായത് എന്താ പറയാ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വിപ്ലവ ഗാനങ്ങൾ മുഴുവൻ വന്നിട്ട് എല്ലാ മനകളിൽ ഉണ്ടായിരുന്ന ഇല്ലങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ മുടിഞ്ഞു പോയിട്ട് അവസാനം പട്ടിണിക്കോലങ്ങളായിട്ട് ജീവിക്കുന്ന ഓരോരോ ഇല്ലങ്ങളും എത്ര എണ്ണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം? ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. ആ ഇല്ലത്തിന്റെ പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യ ജന്മങ്ങൾക്ക് കഞ്ഞി കുടിക്കാനായിട്ട് വകയില്ല. ഏതെങ്കിലും അമ്പലങ്ങളിൽ പൂജ ചെയ്തോ അല്ലെങ്കിൽ ആ അമ്പലങ്ങളിലെ ഉണക്കച്ചോറ് കിട്ടിയിട്ടോ എങ്ങനെങ്കിലും ജീവനായി കൊണ്ട് നടക്കുന്ന എത്രയോ ഇല്ലങ്ങള് നമ്മുടെ നാട്ടിലുണ്ട്. ആരെങ്കിലും അവർക്ക് നേരെ കണ്ണു തുറക്കുന്നുണ്ടോ? എല്ലാവരും ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നും പറഞ്ഞിട്ട് ഈ മൊട്ടയെ പോലുള്ള ആൾക്കാര്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയെ പോലുള്ള ആൾക്കാര് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഘോരം പ്രസംഗിച്ചിട്ട് അവരുടെ സർവത്ര കാര്യങ്ങളെയും കുറിച്ചിട്ട് വർണ്ണിക്കുമ്പോ എത്ര ഇല്ലങ്ങളിൽ അടുപ്പ് പുകയുന്നുണ്ടെന്ന് ഏതെങ്കിലും ചാനലുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ഇല്ല. ഒരുപാട് ഇല്ലങ്ങള് പട്ടിണിക്കോലങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഇന്നും ചത്തതിന് തുല്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര്. അവരുടെ പ്രബലാധിപത്യത്തിൽ ജീവിച്ചതുകൊണ്ട് അവർക്ക് അവിടെ നിന്നിട്ടും ഇറങ്ങി വരാനും നിവൃത്തിയില്ല. അതിനേക്കാൾ തറയായിട്ട് അവർക്ക് താഴേക്ക് ഇറങ്ങി വരാനും നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു ഗതികേടിലാണ് അവരുടെ ജീവിതം. ഇപ്പൊ താഴെത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് അവര് എന്താ പറയാ, ആചരിച്ചു പോന്ന അല്ലെങ്കിൽ അവര് ശീലിച്ചു പോന്ന അവരുടെ ജീവിതത്തില് അവരെത്ര ഹൈയിലും പോവാം, അവർക്ക് എത്ര താഴെയും നിൽക്കാം, അവർക്ക് മീഡിയം ആയിട്ട് നിൽക്കാം, ഏത് തരത്തിലും ജീവിക്കാൻ പറ്റും. കാരണം കുറച്ച് താഴ്ന്നു കിടന്നിരുന്ന മനുഷ്യർക്ക് അവരുടെ ആ പ്രവൃത്തി പരിചയം വെച്ചിട്ട് അവർക്ക് എത്ര വേണമെങ്കിലും താഴോട്ടും പോവാം മേലോട്ടും പോവാം, എങ്ങനെ വേണമെങ്കിലും ആവാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഈ തിരുമേനിമാരുടെ ഇല്ലങ്ങളില്, നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളില് അവരുടെ ഇതുപോലെ മേൽക്കോയ്മകളും ഇതുപോലെ ആഢ്യത്വവും ഇതൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന ആ ഇല്ലങ്ങളിലത്തെ അവസ്ഥ ഇന്ന് വെറും പട്ടിണി കോലങ്ങളാണ്. ഏതെങ്കിലും അമ്പലത്തിൽ പൂജ ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും, അതും ഒരു ഉള്ളേരിയയിലുള്ളൊരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല അവിടുന്ന്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന പടച്ചോറും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഇല്ലങ്ങളുണ്ട്. ഇനി അടുത്തത് നായന്മാര്. നമ്മുടെ നാട്ടിലെ നായന്മാർക്ക് വേണ്ടിയിട്ട് എല്ലാ രക്ഷണവും ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ NSSന്റെ സുഗു എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അതൊരു പേരിന് വേണ്ടി മാത്രമാണ്. നായർ സർവീസ് സൊസൈറ്റി എന്നും പറഞ്ഞിട്ട് ആ സൊസൈറ്റിയെ ഒരു പിടിയേരി കൊണ്ടുണ്ടാക്കിയ സൊസൈറ്റിയെ മുച്ചൂട് മുടിക്കാനായിട്ടാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആ നായ അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ ഈ NSSന്റെ ആസ്ഥാനത്ത് കയറിയിരിക്കുന്ന ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന നായയ്ക്ക് താനിരിക്കുന്ന സ്ഥലത്തിന് അവിടെ ഇരിക്കാൻ താൻ അർഹനാണോ എന്ന് പോലും ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു നായരാണ് ആ നായർ. അപ്പൊ ആ നായരെ കണ്ടുകൊണ്ട് നായന്മാരുടെ ഉന്നമനൊന്നും ആരും ആഗ്രഹിക്കുകയും വേണ്ട, അതൊട്ട് നടക്കാനും പോകുന്നില്ല. അത് പുല്ലൂട്ടിലെ പട്ടിയാണ്. ഈ NSSന്റെ ആസ്ഥാനത്തിരിക്കുന്ന ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആ നായ പുല്ലൂട്ടിലെ പട്ടിയാണ്. അത് തിന്നുമില്ല, തീറ്റിക്കുമില്ല. അതാണ് അതിന്റെ കാര്യം. അപ്പൊ നായന്മാരുടെ അവസ്ഥ എടുത്താലും അതും ഒട്ടും പുറകിലല്ല. ഇനി ഒരു നായർ സ്ത്രീ എന്നതിൽ ഞാൻ പറയുന്നു, ജാതി പറയുന്നതല്ല, ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത്. ഒരു നായർ സ്ത്രീ എന്നുള്ളതില് ഞാൻ ജനിച്ചപ്പോ തൊട്ട് പട്ടിണി കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. 150 പറക്കി നിലവും അതിനനുസരിച്ച സ്വത്തുക്കളും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പോയി?
മരുമക്കത്തായമാണ്. മരുമക്കത്തായം ആയിരുന്ന കാലത്ത് അതെല്ലാം കൂടെ ഭാഗം വെച്ച് പോകുമ്പോ ആ തറവാട്ടിൽ ജനിക്കുന്ന ആണുങ്ങൾക്ക് യാതൊന്നും കിട്ടുന്നില്ല. ഒക്കെ സ്ത്രീകൾക്കാണ്, നായന്മാര് ജാതിയിൽ സ്ത്രീകൾക്കാണ് അവകാശം കൂടുതൽ. അപ്പൊ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്ന് വളർന്നു വരേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പപ്പക്കായ വേവിച്ച് തിന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എത്രയോ നാള്, വിശപ്പടക്കാൻ വേണ്ടി. പച്ചച്ചക്ക, പപ്പക്കായ, ഇതെല്ലാം വെറുതെ ഉപ്പ് പോലും ഇടാനില്ലാതെ പപ്പക്കായ പച്ച വേവിച്ച് തിന്നിട്ടുണ്ട് ഞാൻ, വിശപ്പടക്കാൻ പറ്റാതെ. അതുപോലെ പട്ടിണി കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നായന്മാര് ഭയങ്കര പ്രബലാധിപരാണെന്ന് പറയുന്നതിന്റെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഞാൻ തന്നെയുണ്ട്. ഒരു സ്കൂളിൽ പോവാനായിട്ട് ഒരു യൂണിഫോം ഇട്ടാല് ആ യൂണിഫോമിന് വൈകുന്നേരം വന്നിട്ട് അത് കഴുകിയിട്ടിട്ട് അത് ഉണങ്ങിയിട്ട് വേണം പിറ്റേ ദിവസം തോർത്തുമുണ്ട് വെച്ച് തുടച്ചിട്ടാണ് ഞാനത് ഇട്ടിട്ട് സ്കൂളിൽ പോവാറ്. കാരണം കഴുകിയിട്ട യൂണിഫോം മഴക്കാലാണെങ്കിൽ ഉണങ്ങാൻ പറ്റില്ല. അപ്പൊ അത് മുഴുവനും കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും. പ്രകൃതി തന്ന ഡിസൈനൊക്കെ ഒരുപാട് ഉണ്ടാവും നമ്മുടെ ഷർട്ടില്. ആ ഒരു ഷർട്ട് മുഷിഞ്ഞു കഴിഞ്ഞാല് 2 ദിവസമൊക്കെ ഇടാൻ പറ്റുള്ളൂ. ആ ഒരു ഷർട്ട് മുഷിഞ്ഞു കഴിഞ്ഞാൽ ആ ഷർട്ട് വീണ്ടും കഴുകിയിട്ടിട്ട് മഴക്കാലാണെന്നുണ്ടെങ്കിൽ ഉണങ്ങില്ല. ഉണങ്ങാണ്ടാവുമ്പോ നമ്മുടെ നല്ല ഉണങ്ങിയ തോർത്തുണ്ടാവില്ലേ, ആ തോർത്ത് വെച്ചിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് പോകേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നാള്. നന്നായിട്ട് ഹൈലി എഡ്യൂക്കേഷനും നന്നായിട്ട് കോളേജുകളിൽ പോകാനും പഠിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്ന എനിക്ക് ഈ ഗതികേട് കൊണ്ട് എനിക്ക് പഠിക്കാൻ, പൈസ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠനം എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം നായന്മാര് വീടുകളില് അടുപ്പ് പുകയുണ്ടേ, പഠനം രണ്ടാമതല്ലേ. അപ്പൊ അതിന് പോലും നമുക്ക് കഴിവില്ലാതെ, നമ്മുടെ ആഹാരത്തിന് പോലും വകയില്ലാതെ, പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പഠിക്കാൻ പറ്റാതെ, ഉടുക്കാനില്ലാതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ പറ്റും. ഞാൻ അത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എനിക്കിതൊന്നും ചിക്കിച്ചകഞ്ഞ് എവിടെയും പോയി തപ്പി പോകണ്ട. ഞാൻ തന്നെയാണ് അതിന്റെ ഫോർ എക്സാമ്പിൾ. അപ്പൊ എന്നെ പോലെ ഈ പറയുന്ന ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ, പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ പറ്റാതെ, ഇതേപോലെ അഷ്ടിക്ക് വകയില്ലാത്ത എത്രയോ നായർ കുടുംബങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പൊ ഞാൻ സ്വയം ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എവിടെങ്കിലും അന്യ നാട്ടിൽ പോയിട്ട് പൈസ ഉണ്ടാക്കി എന്റെ കുട്ടികളെ പഠിപ്പിക്കണം, എനിക്കൊരു വീടുണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ, ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ, ഇന്നും എന്റെ കുട്ടികൾ ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാരനെയും കെട്ടി, അല്ലെങ്കിൽ അവർക്കും പഠിക്കാൻ ഗതിയില്ലാതെ, അവർക്കും അവർ വിചാരിച്ച ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ അവരും ഇതേപോലെ അനുഭവിക്കേണ്ടി വന്നേനെ. അപ്പൊ ഞാനൊരു സ്ത്രീ എന്നതില് എന്റെ മക്കൾക്ക് ആ ഗതികേട് വരരുതെന്ന്, ആ ഗതികേടിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ആ ഗതികേടിന്റെ മക്കൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നാട് വിട്ടിട്ട് ഈശ്വരന്റെയും കൂടി കൃപ കൊണ്ട് ഞാനിപ്പോ ഇന്ന് ഒരു തൊഴിലിന് എടുത്തിട്ട് എനിക്ക് ഒരു അന്യനാട്ടിൽ വന്നിട്ട് ജോലി ചെയ്തിട്ട് 10 രൂപ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു വീട് വെക്കാൻ പറ്റിയതും, എന്റെ മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചതും, എന്റെ മക്കളെ കല്യാണം കഴിച്ചയക്കാൻ സാധിച്ചതും മാന്യമായ രീതിയിൽ. ഇതില് നായന്മാര് അല്ലെങ്കിൽ നമ്പൂതിരിമാര്, നായന്മാര് ഉയർന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങളൊക്കെ എന്താണ് പിഴച്ചത് മോദി സർക്കാര്? എന്റെ ചോദ്യമാണ്. ഞാൻ എന്തായാലും പേഴ്സണലായിട്ടൊരു ലെറ്റർ എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് മോദി സർക്കാരിന്. ഉന്നത ജാതിയിൽ ജനിച്ചു, ഉന്നത കുലജാത, കളിയാക്കാൻ പറയുന്നതാണ്, നമ്മളെ കളിയാക്കാനായിട്ട്. നമ്മള് പേരിന്റെ കൂടെ ഒരു നായരോ ഷൈനി KG നായർ എന്നൊക്കെ വെച്ചു കഴിഞ്ഞാല് അപ്പൊ വന്നിട്ട് ഉന്നത കുലജാത, വാല് വെച്ച് നടക്കുന്നു, വാലില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കാനോ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ എന്തായിരുന്നു എന്ന് അറിയാൻ പോലും മടിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെയാണല്ലോ ഈ രാഷ്ട്രീയക്കാരെ ഈ ജാതി പരിപാടികൾ കാണിച്ചു വെക്കുന്നത്. ഉന്നത കുലത്തിൽ ജനിച്ചത് അവന്റെ തെറ്റാണോ? നിങ്ങൾ നിങ്ങളുടെ ജാതിയിൽ ജനിച്ചത് നിങ്ങളുടെ തെറ്റാണോ? ഞാൻ എന്റെ ജാതിയിൽ ജനിച്ചത് എന്റെ തെറ്റാണോ? ഞാൻ പറഞ്ഞ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ ഞാൻ നായർ ജാതി, എനിക്ക് നായർ ജാതി മതി, എനിക്ക് നായർ ജാതിയിലെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചാൽ മതി കേട്ടോ ദൈവങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയോ കിടന്ന് പ്രാർത്ഥിച്ചതാണോ എന്തോ? അങ്ങനെയാണോ ഞാൻ ജനിക്കുന്നത്? നിങ്ങൾക്ക് പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് ഉന്നത കുലത്തിൽ ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ജനിക്കുന്നത്. ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരാഗ്രഹിച്ചിട്ടല്ല അവരവിടെ ജനിക്കുന്നത്, ജനിച്ചു പോകുന്നതാണ്. ജനിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഉന്നത കുലജാതന്റെ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളും അവരുടെ തെറ്റുകൊണ്ടല്ല. എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു പോയത് ആരുടെയും തെറ്റുകൊണ്ടല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന ജാതികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? കാരണം അവർക്ക് എല്ലാവരുടെ മുൻനിരയിലേക്ക് കയറി വരാനായിട്ട് ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു.
പക്ഷെ ഇന്നത്തെ കാലത്ത് വീണ്ടും അതേ ജാതി വേർതിരിവ് ഇതുപോലെ കൊണ്ടുപോകുന്നത് തെറ്റല്ലേ? അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞങ്ങളുടെ ഗ്രാമത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇല്ലം പാർട്ടി അറിയിപ്പ് കിട്ടിയിട്ടാകാം ബില്ല് വരുന്നതിന് മുൻപ് ഒട്ടുമുക്കാലും ഭൂമി ഒഴിപ്പിച്ചു. സത്യമാണ്. ഇല്ലങ്ങളെല്ലാം മുടിഞ്ഞു പോയത് അവര് കൃഷി ചെയ്യുന്ന ഭൂമികളെല്ലാം ആ കൃഷി ചെയ്തവർക്ക് സ്വന്തമായി പോയി. കരാറിനും പാട്ടത്തിനും എടുത്തിരുന്ന പാട്ടക്കാരന് ആ ഭൂമി അവന്റെ സ്വന്തമായി പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ ഓരോ ഇല്ലങ്ങളും കഞ്ഞി കുടിക്കാൻ വകയില്ലാണ്ട് മുടിഞ്ഞു പോയി. യാതൊന്നുമില്ല. ഇത് ആ ജനിച്ചുപോയ മനുഷ്യരുടെ തെറ്റുകൊണ്ടാണോ? ഇത്രയും കാലം പുരോഗമിച്ചിട്ടും 15 വർഷം ആവാറായി മോദി സർക്കാർ ഭാരതം ഭരിക്കുന്നു. ഇന്നും ഈ വേർതിരിവ് എന്തിനാണ്? കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത, പഠിക്കാൻ വകയില്ലാത്ത എത്ര വീട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഈ നായർ കുടുംബങ്ങളിലും ഈ പറയുന്ന ഉന്നത കുലജാതരിലും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ എന്താ പറയാ, ഇവർക്കുള്ള സ്കോളർഷിപ്പുകളും ഇവർക്കുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഒരു ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്ലാതെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തൂടെ സർക്കാരെ? നിങ്ങൾക്ക് ഒരു വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്ലസ് പോയിന്റുകൾ ഉണ്ട്. ഒരു ജാതി പറഞ്ഞൊരു മനുഷ്യനെ ആക്ഷേപിക്കണ്ട, ജാതി വേർതിരിച്ച് കാണണ്ട, ഗതികെട്ടവന് അവനവന്റെ കാര്യങ്ങൾ നടക്കും. എന്തെല്ലാം പ്ലസ് പോയിന്റുകളാണ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തില്. നമ്മുടെ വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന് യോഗ്യതയുള്ളൂ എന്ന് ഒരു സർക്കാരിന് തീരുമാനിക്കാൻ പാഴൂര് പടിപ്പര വരെ പോണോ? ജസ്റ്റ് നോർമൽ അല്ലേ? ഇന്നത്തെ കാലത്തും ദരിദ്രൻ എന്നായാലും ഏത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും ഏത് ജില്ലയിലായാലും ദരിദ്രന്മാർ കയറി വരട്ടെ, ദരിദ്രർ അത് അനുഭവിക്കട്ടെ, അവർക്ക് അർഹിക്കപ്പെട്ട അംഗീകാരം അവര് നേടട്ടെ. ഇതിപ്പോ ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ടോളം വളയിട്ട ആൾക്കാരും ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ആൾക്കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഗവൺമെന്റ് ജോലിക്കാരും ഒക്കെ SC/ST ആണോ? അവർക്ക് എല്ലാത്തിനും അനുമതിയുണ്ട്. SC/ST ആണോ? ജോലി കിട്ടാൻ അനുമതിയുണ്ട്. SC/ST ആണോ? എല്ലാ ആനുകൂല്യങ്ങൾക്കും അവർക്ക് അനുമതിയുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇത്രയും കാലം ഈ ഭാരതം ഭരിക്കുന്ന മോദി സർക്കാരിനോട് എന്റെ വിങ്ങുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയെങ്കിലും ഈ വേർതിരിവ് നിർത്തിയിട്ട് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എല്ലാ സംഭവങ്ങളും മറ്റുള്ളവർക്ക് കിട്ടാൻ അർഹതയുള്ളൂ എന്ന് വന്നാൽ എല്ലാ ദരിദ്രരും എല്ലാവരും ആദ്യം തൊട്ട് A to Z വരെയുള്ള മനുഷ്യർക്ക് അതിന്റെ ഉപകാരം കിട്ടില്ലേ? ഇതാരെ പ്രീതിപ്പെടുത്താനാണ്? ഈ ജാതി വേർതിരിഞ്ഞ് SC/ST-കാർക്ക് പിന്നെ പരിഗണന, ന്യൂനപക്ഷക്കാർക്ക് പരിഗണന. ന്യൂനപക്ഷങ്ങള് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നോക്കിയാലും ഈ ന്യൂനപക്ഷങ്ങള് ഇവർക്ക് ഈ പറയുന്ന ഇപ്പം മുസ്ലിംസിന് അവർക്ക് ഒരുപാട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആ പരിഗണന ഒരുപാട് കൊടുക്കുന്നുണ്ട്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാല് ന്യൂനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറവുള്ളവൻ. ഈ പറയുന്ന ഈ ന്യൂനപക്ഷങ്ങൾക്ക് കയ്യോ കാലോ കണ്ണോ മൂക്കോ ബുദ്ധിയോ ബോധമോ എന്തെങ്കിലും കുറവ്. എന്താണ്? വികലാംഗരാണോ അവര്? വികലാംഗരുടെ അടിസ്ഥാനത്തിലാണോ ഈ കൊടുക്കുന്നത്? അല്ലല്ലോ. ഈ ന്യൂനത എന്ന് പറഞ്ഞാൽ കുറവാണ്. എന്തു കുറവാണ് അവർക്കുള്ളത്? ലക്ഷങ്ങളും കോടികളും സമ്പാദ്യമുള്ള, ലക്ഷങ്ങളും കോടികളും ബാങ്ക് ഡെപ്പോസിറ്റ് ഉള്ള എല്ലാ ന്യൂനപക്ഷക്കാർക്കും ഈ പറയുന്ന സംഭവങ്ങൾ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത്? വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയല്ലേ കൊടുക്കുന്നത്? അപ്പൊ ഈ ഹിന്ദു എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ ഈ ഉന്നത കുലജാതൻ, ഈ ഉന്നത കുല, ആ കുല സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. ഈ ഉന്നത കുലയുള്ളവന് ആ കുല പിടിച്ചോണ്ടിരിക്കാം, അല്ലാതെ കുല കൊണ്ട് അവന് യാതൊരു ഉപകാരവുമില്ല. അപ്പൊ ആ ഉന്നത കുലജാതൻ അവൻ മുച്ചൂടും മുടിഞ്ഞ് അവൻ എന്താണെങ്കിലും ശരി, അവൻ എവിടെയും പോകാൻ പോകുന്നില്ല. ഈ ഉന്നത കുലജാതന്റെ പ്രത്യേകത അതാണ്. അവന് ഹിന്ദുത്വത്തിന്റെ പേരിലും അവനെ ഈ പറയുന്ന ഹൈന്ദവീയത അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള സംഗതികളുടെ പേരിൽ അവനെ അങ്ങ് കെട്ടിയിടാം കയറില്ലാതെ. അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ BJP സർക്കാരാണ് ആണെങ്കിൽ കൂടിയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അതാണ്. സനാതന ധർമ്മം, ഹൈന്ദവീയത, ഹിന്ദുത്വവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാര് ഈ പാവം ഹിന്ദുക്കളെ കെട്ടിയിട്ടേക്കാണ് കയറില്ലാതെ. അവരെങ്ങും പോവില്ല. കീരി വളഞ്ഞിട്ട പാമ്പാണ് ഈ സനാതന ധർമ്മികള്. അവര് BJP സർക്കാരിന്റെ കൂടെയോ അല്ലെങ്കിൽ RSSലാണെങ്കിലും BJPയിലാണെങ്കിലും ഈ പറയുന്ന മോദി സർക്കാരിന്റെ കൂട്ടത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഈ പറയുന്ന ഹൈന്ദവീയതയിൽ വിശ്വസിക്കുന്നു, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു. സനാതന ധർമ്മം അവന്റെ
സ്വന്തം ഡ്യൂട്ടിയാണ് നിലനിർത്തുക എന്നുള്ളത്. ഇത് നിലനിർത്താനായിട്ട് ആദ്യം വയറ്റിലേക്ക് വല്ലതും പോവണ്ടേ? ഈ സനാതന ധർമ്മികൾ ദാരിദ്ര്യവാസികൾ എവിടെയും പോവില്ല, അവരവിടെ കിടക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീരി വളഞ്ഞിട്ട പാമ്പാണ്. കീരി വളഞ്ഞിട്ട പാമ്പെന്ന് പറഞ്ഞാൽ കീരി പാമ്പിനെ വളഞ്ഞിട്ട് കഴിഞ്ഞാൽ പാമ്പ് അവിടെ കിടന്ന് ചാവുള്ളൂ, അതിനെവിടെയും പോകാൻ പറ്റില്ല. അപ്പൊ ഈ സ്വന്തം ജാതിയുടെ പേരിലും സനാതന ധർമ്മം എന്ന പേരിലും ഈ ഹിന്ദുവിനെ ഇങ്ങനെ വളച്ചു വച്ചിരിക്കുകയാണ്. എന്ത്? അവനൊരു രക്ഷയില്ല, ജന്മം അവിടെ കിടന്ന് ഒടുങ്ങുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ഇല്ല. ഈ പറയുന്ന RSSകാരില് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ RSSന്റെ സിദ്ധാന്തം പേര് ജീവിക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ ഹിന്ദുക്കൾക്ക് ആരാണ് ഒരു സഹായം കൊടുക്കുന്നത്? എന്ത് സഹായമാണ് അവർക്ക് കിട്ടുന്നത്? സ്വന്തം പോക്കറ്റിൽ നിന്നിട്ട് പൈസ എടുത്തിട്ട് വേണമെങ്കിൽ അവനെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ എവിടുന്നാണ് അവന്റെ കുട്ടികൾക്ക് മരി മേടിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇവരൊന്നും മനസ്സിലാക്കാത്തത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ചോദിക്കുന്നതല്ല. കുറച്ച് യാഥാർത്ഥ്യങ്ങൾ കുറെ കാലങ്ങളായിട്ട് എനിക്കിത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും എന്റെ അനുഭവം കൊണ്ടും ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇനിയും ഈ സർക്കാരുകൾ, കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ശരി, ജാതിയുടെ വേർതിരിവ് നിർത്തിയിട്ട് വരുമാനത്തിന്റെ, നിങ്ങളുടെ കയ്യിലുള്ള വരുമാനത്തിന്റെ ഇത്ര ശതമാനം വരുമാനത്തിന് താഴെയുള്ള മനുഷ്യർക്ക്, അത് ഉന്നത കുലജാതനായാലും താഴെയുള്ള മനുഷ്യരായാലും ശരി, അവര് കൃത്യമായിട്ടുള്ള വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉപകാരങ്ങൾ കൊടുക്കട്ടെ, അർഹതപ്പെട്ടവൻ അനുഭവിക്കട്ടെ എന്നതാണ് ഞാൻ പറയുന്നത്. ഏത് ജാതിയോ ഏത് മതമോ ആവട്ടെ. ഇപ്പം മറ്റുള്ള കാര്യങ്ങളിലും നിയമങ്ങളിലും മതം പറയാൻ പാടില്ല, ജാതി പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ശരി, നമുക്ക് ജാതി ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്കൊരു നിർബന്ധമില്ല, നമുക്ക് എല്ലാ മനുഷ്യരും തുല്യരാണ്, ഒരാളോടും വേർതിരിവില്ല. എന്റെയൊക്കെ സാധാരണ ഒരു എന്താ പറയാ ഹിന്ദു, പിന്നെ ഒരു ഹൈന്ദവൻ അല്ലെങ്കിൽ ഒരു സനാതന ധർമ്മിക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ട്. അവൻ അങ്ങനെയാണ് വളരുന്നത്. അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ അവൻ ജനിച്ച് നമ്മൾ ഇന്ന ജാതിയാണ്, നമ്മൾ ഹിന്ദുവാണ്, നമ്മൾ ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, നമ്മൾ ഹിന്ദുവാണ്, നമ്മൾ പള്ളി പോകാൻ പാടില്ല, നമ്മൾ ഹിന്ദുവാണ്, നമ്മൾ മുസ്ലിമിനെ കാണാൻ പാടില്ല, നമ്മൾ ഹിന്ദുവാണ്, നമുക്ക് അങ്ങോട്ട് തിരിയാൻ പാടില്ല, നമ്മൾ ഹിന്ദുവാണ്, നമ്മൾ ഇങ്ങനെ ഈ കോലം കെട്ടി നടക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുവാണ്, നമ്മൾ അപ്പുറത്തോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പാടുള്ളൂ, ഇടത്തോട്ട് തിരിയാൻ വലത്തോട്ട് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളും ഇല്ലാതെ വളരുന്ന ഒരു ജന്മങ്ങളാണ് ഈ സനാതന ധർമ്മികൾ. അവരുടെ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ബുദ്ധി ഉറയ്ക്കുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുപോയിട്ട് അവരുടെ മതപാഠശാലകളിൽ കൊണ്ടുപോയി അവരുടെ വർഗീയത കുത്തിക്കയറ്റി ആ കുട്ടികളെ ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, ഇവിടുത്തെ സനാതന ധർമ്മികളുടെ മക്കള്, ഒരു ഹൈന്ദവന്റെ മക്കൾ അവന്റെ കുടുംബത്തിൽ ജനിച്ചാൽ ആ കുട്ടികള് ഒരു മതപാഠശാലകളിലും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും ആരാധിക്കാനും എല്ലാത്തിനെയും പിന്നെ എന്താ പറയാ ബഹുമാനിക്കാനുമുള്ള ഒരു അടിത്തറ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാരതത്തില് സമാധാനം പിന്നെ പുലർന്നു കൊണ്ടുപോകുന്നത്. അല്ലാതെ മറ്റു രണ്ട് കൂട്ടക്കാരെ പോലെ നമ്മളും ഇതേപോലെ വർഗീയത പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കില്ല. അപ്പൊ അവിടെ രണ്ടു കൂട്ടർ കിടന്നിട്ട് കയ്യും കാലോട്ട് അടിക്കുമ്പോ മതപരിവർത്തനത്തിന്റെ പേരിലും മറ്റുള്ള കാര്യങ്ങളുടെ പേരിലും കിടന്നിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ച് ഈ എന്താ പറയാ പട്ടിണി കിടക്കുന്നവര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്ന് പറഞ്ഞ പോലെ കിടന്ന് കാണിച്ചു കൂട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും പരിഗണിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ തിരിച്ചറിവാണ് നമ്മൾ ഇന്നും ആരോടും വഴക്കിനും പോവാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഈ ഭാരതം ഇങ്ങനെയല്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യര് ഒരു തരത്തിലുള്ള ഒരു പ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ല, ആ പ്രാണികളെ കൊല്ലാൻ പാടില്ല. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാത്തിനും ഇവിടെ ജീവിക്കാനായിട്ട് അർഹതയുണ്ട്. ഈ ഭൂമി, ഈ പറയുന്ന വായു, ഈ പറയുന്ന സൂര്യൻ, ഈ പറയുന്ന മരങ്ങള്, ഈ പറയുന്ന ചെടികള്, അങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ഏതൊരു പുൽക്കൊടിക്കും ഇവിടെ വാഴാനായിട്ടും ആ പുൽക്കൊടിയെയും കല്ലും മണ്ണും വായുവും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും എല്ലാം നമുക്ക് ആരാധിക്കാനുള്ള ദൈവങ്ങളായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു ഹൈന്ദവന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവനും ഈ ഭൂമിയിൽ ജനിച്ചതല്ലേ, ജീവിക്കാൻ അർഹതയുള്ളതല്ലേ. അപ്പൊ അവന് മാത്രം എന്തുകൊണ്ടാ ജാതിയുടെ തരം വരുമ്പോ ഉന്നത കുലജാതന നീ അങ്ങോട്ട് മാറി നിൽക്ക്, നിനക്കൊന്നുമില്ല. നിന്റെ കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചാ മതി, നിന്റെ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ പഠിക്കണ്ട, നീ വേണമെങ്കിൽ ജീവിച്ചാ മതി. ഉന്നത കുലജാത നീ വേണമെങ്കിൽ ജീവിച്ചാ മതി. അത് ബ്രാഹ്മണനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമ്മുടെ നാട്ടിലെ എത്രയും എന്താ പറയാ തരം താഴ്ത്തപ്പെട്ട ആചാരങ്ങളിൽ ഇന്നും മാറാതെ കിടക്കുന്ന ഒരു ആചാരത്തിനെതിരാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഇപ്പോഴും വേർതിരിവിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്.
ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ഉന്നത കുലജാതനാണോ? നിനക്കില്ല. ഒരു സ്കോളർഷിപ്പ് നീ ഉന്നത കുലജാതയാണോ? നിനക്കില്ല. ഒരു ജോലി പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പട്ടിണി കിടന്നിട്ടോ കഷ്ടപ്പെട്ടോ പഠിച്ച് PSC എഴുതി കഴിഞ്ഞിട്ട് ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ നായരാണോ? നോ, നെവർ എവർ. ഇങ്ങോട്ട് വരേ വേണ്ട. എന്തിന്? മനുഷ്യനല്ലേ, ഉന്നത കുലത്തിൽ ജനിച്ചു എന്നുള്ളവൻ മനുഷ്യനല്ലേ? അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലേ? ആ ജാതിയിൽ ജനിച്ചതുകൊണ്ട് എന്തൊരു കോമഡിയാണ്, എന്തൊരു കോമഡിയാണ്. നമ്മുടെ നാട്ടിലെ കോടതികളുണ്ട്, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി, എല്ലാ തരത്തിലുള്ള കോടതികളും എല്ലാവരും ഇരിപ്പുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണം, നമ്മുടെ സ്വത്തിനും പിന്നെ എന്താ പറയുക എല്ലാ സംഗതിക്കും സംരക്ഷണം തരാനും ചോദ്യം ചെയ്യപ്പെടാനും നിയമങ്ങളും എല്ലാം ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ജാതി പറയരുത്, ജാതി ചോദിക്കരുത്. ജാതി പറഞ്ഞാൽ നിന്റെ പേരിൽ കേസെടുക്കും. പക്ഷെ നീ ഉന്നത കുലജാതനാണോ? നിനക്കൊന്നും തരില്ല. നീ മനുഷ്യനല്ലേ? ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അർഹതയില്ല. നീ ബ്രാഹ്മണനാണോ? ഞങ്ങള് ബ്രാഹ്മണിക്കൽ ഹെജോണി പറഞ്ഞ് നിന്നെ അങ്ങ് വധിച്ചു കളയും. അവർക്കും ഈ ഭൂമിയിൽ വാഴാനായിട്ട് യാതൊരു തരത്തിലുള്ള അംഗീകാരവുമില്ല, അവകാശവുമില്ല. ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്? എന്റെ കുറച്ച് സംശയങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് അവഗണന കണ്ട് മടുത്തതാണ്. പിന്നെ നമുക്കൊക്കെ ഈ പറയുന്ന SNDP-കാർക്കോ അല്ലെങ്കിൽ NSSനോ ഒക്കെ ഓരോരോ ജാതി സംഘടനകളുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? ഈ ജാതി സംഘടനകള് ഈ ജാതിയിലുള്ളവരെ തന്നെ പിന്നെ എന്താ പറയാ പിടിച്ചു വിഴുങ്ങാനല്ലാതെ ഈ സുകുമാരൻ നായരൊക്കെ അവിടെ ഇരുന്നിട്ട് ആർക്കെന്ത് ഉപകാരമുണ്ട്? അറിയാവുന്നതല്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇവിടുത്തെ ഇനി ജാതി സംഘടനകളൊക്കെ മാറി നിൽക്കട്ടെ. ജാതി സംഘടനകൾ അവരുടെ ജാതിയുടെ ഗുണമേ കാണിക്കൂ, അല്ലെങ്കിൽ ജാതിയെ എന്താ പറയാ അതേ ഉയർത്തിപ്പിടിക്കൂ. പക്ഷേ സർക്കാരിനെ നമ്മൾ രണ്ടാം കൂടിയല്ലല്ലോ. ഈ രാജ്യത്ത് ഭരിക്കുന്ന പിന്നെ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മനുഷ്യരെ മുഴുവനും എല്ലാ മനുഷ്യരും എല്ലാ ജാതിയിൽപ്പെട്ടവരും തെരഞ്ഞെടുത്തിട്ടാണ് പാർലമെന്റിലേക്കും രാജ്യസഭയിലേക്കും അയക്കുന്നത്. അപ്പൊ അതില് നായരുടെ വോട്ട് വേണ്ടെന്ന് ഏതെങ്കിലും സർക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് നായന്മാരുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ബ്രാഹ്മണന്മാരുടെ വോട്ടും വേണ്ട, ഞങ്ങൾക്ക് സനാതന ധർമ്മികളുടെ വോട്ടേ വേണ്ട എന്ന് ഏതെങ്കിലും സർക്കാർ, BJP സർക്കാരോ കോൺഗ്രസോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരോ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. വോട്ട് വേണം. അത് ഏത് കുലജാതനായാലും വേണ്ടില്ല. വോട്ട് ഭയങ്കരമാണ്. വോട്ട് കിട്ടുന്ന സമയത്ത് ആ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിച്ച സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ നിശ്ചയിക്കും എന്ത്? ഉന്നത കുലജാത നീ ഔട്ട്, യു ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ്. അപ്പൊ പിന്നെ SC/ST മതി. അവർക്ക് കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു പിന്നെ ബുദ്ധിമുട്ടും ഇല്ല, യാതൊരു പരാതിയുമില്ല. പക്ഷെ വർഷങ്ങൾ ഇത്ര പോയിട്ടും ഈ കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള മാറ്റവും വരാതെ ഇന്നും ഈ ജാതിയിൽ കൊണ്ട് നടക്കുന്ന ഈ പരിപാടികള് ഇത് നിർത്തിയിട്ട് വരുമാനത്തിന്റെ അടിസ്ഥാനത്തില് എന്ത് കാര്യങ്ങളാവട്ടെ, അത് ഏതൊരു കാര്യങ്ങളാവട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലോ ജോലിയുടെ കാര്യത്തിലോ അതുപോലെ ലോണിന്റെ കാര്യത്തിലോ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലോ ഏതൊരു കാര്യത്തിലാവട്ടെ, അത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താൻ സർക്കാർ ഇനിയെങ്കിലും ശ്രമിച്ചില്ലെങ്കിൽ കഷ്ടമാണ്, ഒരുപാട് കഷ്ടമാണ് ഈ കാണിക്കുന്നത്. ഈ വേർതിരിവ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പറയുന്നത്. എന്റെ തലമുറയാണ് അവസാനിക്കാറായി. ഇനി എന്നിലുണ്ടായ മക്കൾക്ക് പോലും ഈ ഗതികേടാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നിലുണ്ടായ മക്കൾക്ക് 30, 35 വയസ്സും 40 വയസ്സാവാറായ മക്കളൊക്കെ ആയിട്ടുണ്ടാവും. ആ മക്കൾക്ക് സർക്കാർ ജോലി കിട്ടേണ്ട പ്രായമൊക്കെ കഴിയാറായിട്ടുണ്ടാവും. സർക്കാർ ജോലി കിട്ടാനും ഒരു പ്രായമുണ്ടല്ലോ. അത് PSCയുടെ അടിസ്ഥാനത്തിലായാലും വയസ്സിന്റെ അടിസ്ഥാനത്തിലായാലും ജാതിയുടെ അടിസ്ഥാനത്തിലായാലും അതൊക്കെ നോക്കിയിട്ടേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്നു, സർക്കാർ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. വർഷങ്ങൾ കൂടി പോയാലും ശരി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ജാതി വേർതിരിവിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഈ പരിപാടി മാറ്റണം. ഈ പരിപാടി മാറ്റിയിട്ട് വരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ആരോ ആവട്ടെ, ഏത് ജാതിയോ ആവട്ടെ, അർഹതപ്പെട്ടവന് കിട്ടട്ടെ. ദരിദ്രൻ ആരാണോ ആ ദരിദ്ര നാരായണന്മാരെ വേണം നമ്മൾ കണ്ടെത്താൻ ഏത് സർക്കാർ ഭരിക്കുമ്പോഴും. ഗതികെട്ടവൻ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ, അവനും കയറി വരട്ടെ നമുക്കൊപ്പം. അതിന് നിസാര കാര്യം അല്ലേ ഉള്ളൂ. ഇത്ര വലിയ ഒരു കോമൺ സെൻസ് പോരെ അത് മനസ്സിലാക്കാനായിട്ട്. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ ഒരു വിഷയം. ഇത് ഒരുപാട് വേദനയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാണ്. കാലങ്ങളായിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നാട് വിട്ട് ഓടിപ്പോരേണ്ടി വന്നൊരു പ്രവാസി, ആ പ്രവാസിയുടെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച അനുഭവങ്ങൾ അടക്കം ഞാൻ നിങ്ങളോട് പറയാണ്. ഇതൊരു വല്ലാത്ത ഗതികേടാണിത്.
ഈ ജാതിയുടെ പേരിൽ തരുന്ന ഈ അവഗണന ഭയങ്കര ഗതികെട്ട അവസ്ഥയാണ്. ഇത് സഹിക്കാൻ പറ്റുന്നതല്ല. അത് ഏത് സർക്കാർ ചെയ്താലും ശരി. ആരും, ഒരു കുട്ടികളും, ഒരു ഉന്നത കുലജാതന്റെ മക്കളായാലും SC/ST കാരുടെ മക്കളായാലും മറ്റുള്ള മതസ്ഥരുടെ മക്കളായാലും അവരാഗ്രഹിച്ചിട്ടല്ല അവർ ഓരോരുത്തരുടെ വീടുകളിൽ അച്ഛനമ്മമാർക്ക് വന്ന് ജനിച്ചു പോകുന്നത്. അങ്ങ് ജനിച്ചു പോകുന്നതാണ്. അത് ഇനിയെങ്കിലും സർക്കാരുകൾ ചിന്തിക്കണം, അവരുടെ കണ്ണു തുറക്കണം. അത് BJP സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും ശരി, ഈ ജാതിയുടെ പേരിൽ നടത്തുന്ന ഈ ക്രൂരത, ഇത് ഭയങ്കര അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, പ്ലീസ്. അപ്പൊ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ നമസ്കാരം, ശുഭരാത്രി, സുഖനിദ്ര. ജയ് ഹിന്ദ്. താങ്ക് യു.